ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യാം. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി സെറ്റ് ആവണം. ഞാൻ ഫസ്റ്റ് തന്നെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ഐലൈനറൊക്കെ എഴുതി നമുക്ക് മുടി കെട്ടാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തന്നെ മുടി എടുത്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് പിന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ക്ലിപ്പ് ഇട്ട് ബാക്കിൽ ബാക്കിയുള്ള മുടിയൊക്കെ കെട്ടി വെച്ചു. എന്നിട്ട് ഈ രണ്ട് പിന്നിയ ഭാഗങ്ങളും ബാക്കിലോട്ടാക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ പൊന്തിച്ച് കെട്ടിയ മുടി ഒന്ന് അഴിച്ചിട്ടാണ് ഇപ്പോൾ നല്ലൊരു ഹെയർ സ്റ്റൈലായിട്ട് കിട്ടും. അപ്പോൾ വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെട്ടിയതിന് ശേഷം ഒന്നുകൂടി പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് ചീക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ എൻ്റെ മുടി കെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വാച്ചൊക്കെ കെട്ടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരുക്കട്ടോ. അപ്പോൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ മാലയൊക്കെ അതിനിട്ട് വാച്ച് വിട്ടു. പിന്നെ ഞാൻ പോയി വണ്ടി കയറാൻ നിൽക്കുകയാണ്. അച്ഛനതേ വണ്ടി എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരൂരാണ് പോകുന്നത്. ഞാൻ വണ്ടിയിലൊക്കെ കയറി. പിന്നെ അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി മാർക്കറ്റിലേക്ക് പോവാണ്. അവിടുന്ന് കുറേ സാധനം വാങ്ങണ്ടായിരുന്നു. നെല്ലിക്കും മാങ്ങയും അങ്ങനെ കുറേ സാധനം വാങ്ങണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ. കൂടെ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയാലും നല്ല ബ്ലോക്കൊക്കെ തന്നെയായിരുന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി. എൻ്റെ കയ്യിൽ കുറേ സാധനമുണ്ട്, അച്ഛൻ്റെയും ഏട്ടൻ്റെയും കയ്യിലൊക്കെ ഉണ്ട് കുറേ സാധനം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് നേരെ കാറിക്ക് പോവാം. അപ്പോൾ കവറൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്ക് ഫുള്ളും കവറായിരുന്നു. മുന്തിരി വാങ്ങി, മാങ്ങ വാങ്ങി, നെല്ലിക്ക വാങ്ങി, പിന്നെ നൊങ്ക് അതൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ നെല്ലിക്ക, മാങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മുന്തിരി അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ നൊങ്കും വാങ്ങി കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോവാണ്. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അവിടുന്ന് വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് പോന്നു കേട്ടോ. അതായത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നൊങ്ക് തിന്നാണ്. നല്ല ടേസ്റ്റുള്ള നൊങ്ക് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ തിന്നതിന് ശേഷം പിന്നെ മുന്തിരി തിന്നാണ് കേട്ടോ. നല്ല പച്ച മുന്തിരി ആയിരുന്നു. അപ്പോൾ പച്ചമുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ മുന്തിരി കഴിക്കാൻ പോവാൻ കേട്ടോ. നല്ല മുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുന്തിരി. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ മുന്തിരി കുറച്ചുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തണുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുന്തിരി കഴിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം ഉച്ചത്തേക്ക് ഫുഡായിട്ട് ബിരിയാണി ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലാണ് വന്നത്. സിറ്റ് ഔട്ട് വന്നിട്ട് ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിൽ. എന്നിട്ട് അതൊക്കെ എടുത്ത് നേരെ സിറ്റ് ഔട്ടിൽ വന്നു. ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു. ഞാൻ എന്തായാലും കഴിക്കട്ടെ. ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി മീറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. അതിന് ശേഷം ഈവനിങ് സ്നാക്കായിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇവിടെ റെഡി ആയിട്ടുമുണ്ട്. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് ഉള്ളിവടയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുള്ളൂ. എന്തായാലും ഞാൻ പോയിട്ട് ഉള്ളിവട കഴിക്കട്ടെ കേട്ടോ. ചായയും ഉള്ളിവട എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കട്ടെ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ.